പൂവുകളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു പൂവ് ഉണ്ടാക്കുന്നതുമായാണ്. ഇനി നമുക്ക് ഒട്ടുവേഗം വീട്ടിലേക്ക് പോകാം. അപ്പൊ നമുക്ക് കളർ പേപ്പർ വേണം, പിന്നെ കത്രിക, പിന്നെ കമ്പി, പിന്നെ സെലോ ടേപ്പ്, പിന്നെ ഒരു പശ ഫെവിക്കോള്. ഞാനൊരു നീല കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി അതിന്റെ നേരെ എങ്ങനെ നെടുമടക്കണം. നെടുമടക്കിയിട്ട് കത്രിക എടുത്തിട്ട് ഓരോ അളവില് ഇവിടെ നിന്ന് ഇങ്ങനെ മുറിക്കണം. അങ്ങനെ പകുതി വരെ മുറിക്കാൻ പാടുള്ളൂ. അങ്ങനെ മുഴുവനും മുറിച്ചെടുക്ക. മുഴുവനും മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് നിവർത്തി നോക്കാം. ഇങ്ങനെ വേറൊരുട്ട് നമുക്ക് കിട്ടിണ്ടാവും. ഇനി നമുക്ക് ഇതിന്റെ നെടു ഇങ്ങനെ ചെരിച്ചത് ഇവിടെ 1 ഇഞ്ച് ഇത് വിട്ടിട്ട് ഇങ്ങനെ ചെരിച്ച് ഇങ്ങനെ വെച്ച് ഒട്ടിക്കണം. അപ്പൊ നമുക്ക് ഇതുപോലെ ഇങ്ങനെ വളഞ്ഞ് കിട്ടും. പിന്നെ നമുക്ക് കമ്പെടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ വളച്ച് ഇങ്ങനെ ചുരുക്കാം. അത് ഫുള്ളായിട്ട് ഞാൻ ചുറ്റെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കനം കുറഞ്ഞ കമ്പിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് എവിടെയെങ്കിലുമൊക്കെ നാത്തിയിടാം. ക്രിസ്മസ് കൂടിന്റെ അവിടെയൊക്കെ നമുക്ക് ഇങ്ങനെ നാത്തിയിടാം. അതേ പൂവ് ഇർക്കിളിമ വെച്ച് ചുറ്റിയ നമുക്ക് ഫ്ലവർ വേസിൽ വെക്കാം. ഇതേമാതിരി വെട്ടിയിട്ടുള്ള പൂവ് വേറൊരു തരത്തിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ പൂവും എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ കാണുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഞാൻ ചെയ്യുന്ന പോലെ കനം കുറച്ച് വെട്ടിയെടുക്കണം. കത്രിക എടുത്തിട്ട് അതിന്റെ സെന്ററിൽ നോക്കിയിട്ട് അറ്റം വരെ മുറിക്കാം. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇപ്പൊ 2 ഫ്ലവറിനുള്ളത് കിട്ടും. നമ്മള് വെട്ടിയെടുത്ത പേപ്പറിന്റെ ഒരു അറ്റത്ത് വെച്ചിട്ട് സെല്ലോ ടേപ്പ് കീറി ഈർക്കിളി ചെരിച്ച് വെച്ച് അതുമ്പോ പേപ്പർ മുട്ടിക്കണം. വളച്ച് തിരിച്ച് അടിയിൽ വരെ കൊണ്ടുവരണം. തുമ്പെത്തിയിട്ട് പശ വെച്ച് ഒട്ടിക്കണം. ഇത് സിമ്പിളാണ്. നമ്മുടെ പൂവിന്റെ പണി കഴിഞ്ഞു. അപ്പൊ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീട്ടില്. ഇന്നത്തെ ഈ പൂക്കൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബൈ.